എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത് പ്ലം കേക്ക്. അപ്പൊ ഞാൻ പലതരത്തിലുള്ള പ്ലം കേക്ക് കഴിച്ചിട്ടുണ്ട്. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടം നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ് എനിക്കിഷ്ടം. അപ്പം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ടേസ്റ്റിയും മോയിസ്റ്റും ആയിട്ടുള്ള ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം. അപ്പം ജോൺ ഹായ് പറഞ്ഞപ്പോ അടുത്ത ആൾ ഓടി വന്ന് ഹായ് പറയാൻ വന്നിട്ടുണ്ട്. അപ്പൊ രാവിലെ വിചാരം ഞാനിവിടെ ഈ തിരി കത്തിച്ച് വെച്ചപ്പോ എന്തോ ഇങ്ങനെ ഊതിക്കെടുത്താനാന്ന വിചാരം. എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ബൈ പറഞ്ഞേ. ബൈ ബൈ. അപ്പൊ നമുക്ക് പ്ലം കേക്കിന്റെ ഫ്രൂട്ട് സോക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രൂട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജാറോ എന്തെങ്കിലും എടുക്കാം. അര കപ്പിനകത്ത് ഞാൻ ഒരു 1/4 കപ്പോളം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഫിഗ്, അതും കൂടെ ഞാനൊരു 2 എണ്ണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. അപ്പൊ ഇത് 1/2 കപ്പ് ഡേറ്റ്സും പിന്നെ ഫിഗും കൂടെ മിക്സ് ചെയ്താണ്. അതിനകത്ത് കൂടുതലും ഡേറ്റ്സ് ആണ്, 1/4 കപ്പിൽ കൂടുതൽ ഡേറ്റ്സ് ആണ്. 2 ഫിഗ് ആണ് ഇതിനകത്ത് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഫിഗ് ഒക്കെ ഓപ്ഷണൽ ആണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ക്രാൻബെറീസ്, ഡ്രൈഡ് ആയിട്ടുള്ള ക്രാൻബെറീസ്, ഇതൊരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം ഇതുപോലെ ചെറുതായിട്ടായിരിക്കുന്നത്. ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ക്രാൻബെറീസ് ഡ്രൈഡ് ഒരു 1/4 കപ്പ് ഇടാം. ഇനി ഇത് ഗ്ലേസ്ഡ് ചെറീസ് ആണ്. ഇതും ഒരു 1/4 കപ്പ് ഇട്ട് കൊടുക്കും. ചെറി ഞാനൊരു 2-3 കഷ്ണം മുറിക്കുന്നുണ്ട്. ചെറി ഞാൻ കട്ട് ചെയ്തു. ഒരു 1/4 കപ്പ് ചെറിയെ അതുപോലെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മിക്സ്ഡ് പീല. ഇത് ഓറഞ്ചിന്റെ ലെമണിന്റെ തൊലി പീൽ ചെയ്തിട്ട് ഒരു ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഇത് ഞാൻ ഇതുപോലെ തന്നെ മേടിച്ചതാണ്. അത് നമുക്ക് കുറച്ച് ഇനിയുള്ളത് നമ്മുടെ ഉണക്കമുന്തിരിങ്ങ റൈസിൻസ്, അതും ഒരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ഇടാം. വേറൊരു ടൈപ്പ് മുന്തിരിങ്ങ അതുകൂടി ഇട്ട് കൊടുക്കാം. അതും ഒരു 1/4 കപ്പ് ഇടാവേ. അതും ഒരു 1/4 കപ്പ് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് ഡ്രൈഡ് പ്രൂൺസ് ഉണ്ട്. പ്രൂൺസും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് 4 എണ്ണം എടുത്തു. ഇനി നമ്മുടെ കപ്പ് തരാം. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇത് 1/4 കപ്പ് പ്രൂൺസ് മുറിച്ചത് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ഇട്ട് കൊടുക്കാം? ഇനി ഇട്ട് കൊടുക്കാനുള്ളത് ഇത് ഇഞ്ചി ഇങ്ങനെ പഞ്ചസാരക്കകത്ത് ഇട്ട് വെച്ചിരിക്കുന്ന സാധനം, അതും കൂടി ഒരു 2-3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 3 കഷ്ണമായിരുന്നേ. ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്. ഇതിലേക്ക് കുറച്ച് റം ഒഴിച്ചു കൊടുക്കാം.
സാധാരണ ഈ ക്രിസ്മസ് ഒക്കെ ആകുന്നതിന് മുമ്പ് ഒരു 2-3 മാസം മുമ്പ് തന്നെ ആളുകൾ ഇതുപോലെ ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇത് ഒരു വർഷം വരെയൊക്കെ ഇങ്ങനെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ദിവസമാണെങ്കിലും സോക്ക് ചെയ്ത് വെച്ചാൽ മതി. നമ്മളിത് റമ്മിനകത്താണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇനിയും റം യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഓറഞ്ച് ജ്യൂസിനകത്ത് സോക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രേപ്പ് ജ്യൂസിനകത്തും ഇത് സോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ ഫ്രൂട്ട് ജ്യൂസിനകത്ത് സോക്ക് ചെയ്യുവാണെങ്കിൽ ഇത് ഒരു ദിവസം നമുക്ക് സോക്ക് ചെയ്താൽ മതി, അതിൽ കൂടുതൽ വെക്കണ്ട. പിന്നെ അഥവാ ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ സോക്ക് ചെയ്ത് വെച്ചിട്ടാണെങ്കിലും ഫ്രൂട്ട് ജ്യൂസിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇത് രണ്ടാമത്തെ മെത്തേഡ് ഓഫ് ഡ്രൈ ഫ്രൂട്ട് സോക്കിംഗ് ആണ്. ഇത് നമുക്ക് ഓറഞ്ച് ജ്യൂസിനകത്ത് സോക്ക് ചെയ്യാം. ഓറഞ്ച് ജ്യൂസിനകത്ത് സോക്ക് ചെയ്യാം, അതുപോലെ ഗ്രേപ്പ് ജ്യൂസിനകത്ത് സോക്ക് ചെയ്യാം, പൈനാപ്പിൾ ജ്യൂസിനകത്ത് സോക്ക് ചെയ്യാം. ഞാനിവിടെ ഓറഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു വലിയ ഓറഞ്ച് എടുത്ത് ഞാൻ അതിന്റെ തൊലി കളഞ്ഞിട്ട്, തൊലിയും അതുപോലെ തന്നെ കുരുവും കളഞ്ഞിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അരിച്ച് ആദ്യം ഫ്രൂട്ട് സോക്കിങ്ങിനെ കാണിച്ച ഫ്രൂട്ട്സ് എല്ലാം ഇല്ലേ, അതെല്ലാം ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഈ ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിക്കാം. ചെറുതായിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം, അന്നേരം ജ്യൂസ് അതിനകത്തോട്ട് പോയിക്കോളും. ഇതുപോലെ ഫ്രൂട്ട് ജ്യൂസിനകത്ത് ആണ് നമ്മളിത് സോക്ക് ചെയ്ത് വെക്കുന്നെങ്കിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇനിയും നമുക്ക് പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണേ. നമുക്കൊരു 2-3 ദിവസം സോക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കണം. വെളിയിൽ വെക്കാതെ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. ഏകദേശം ഇത് സ്റ്റെയിൻ ചെയ്ത് എടുത്തു. ഇത് ഏകദേശം ഇത് ജ്യൂസ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ നികത്തി നിൽക്കണം. ഫ്രൂട്ടിന്റെ മുകളിൽ വരെ ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ മൂടി നിൽക്കുന്ന പോലെ അത്രയും ഒഴിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ ഇത് ഞാൻ കുറച്ച് ഓറഞ്ച് ഒന്ന് പീൽ ചെയ്തെടുത്താണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കുറച്ച് തൊലി നമുക്കിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഞാനിത് ഒരു ദിവസമാണ് ഇത് വെക്കുന്നത്. അത് കഴിഞ്ഞ് കേക്ക് ഉണ്ടാക്കാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം 2 മെത്തേഡ് ഓഫ് ഫ്രൂട്ട് സോക്കിംഗ് ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇത് എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇത് നമ്മൾ ഇങ്ങനെ അരിക്കുമ്പം പിന്നെ കുറച്ച് ജ്യൂസ് നമുക്കിങ്ങനെ ഇതിനകത്ത് കിട്ടും. ഇത് നമുക്ക് അവസാനം ആവശ്യമുണ്ട്. ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റുവാണേ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കുറച്ച് നട്ട്സും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആൽമണ്ട്, ബദാമുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടി ഉണ്ട്, പിന്നെ കുറച്ച് വാൾനട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇല്ലാന്നുണ്ടെങ്കിൽ കശുവണ്ടി ആണെങ്കിലും മാത്രം ഇട്ടാൽ മതി. ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇടണം. അതും കൂടി ഇവിടെ മാറ്റി വയ്ക്കാം. കാരമലൈസ്ഡ് ഷുഗർ പ്രിപ്പയർ ചെയ്യാൻ ഒരു പാനിനകത്ത് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് 2-3 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇത് ചെറുതായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ 4 മുതൽ 5 ടേബിൾ സ്പൂൺ വെള്ളം ഇടയ്ക്കിടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഏകദേശം ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കിനും നമ്മൾ തീ ഓഫ് ആക്കി വെക്കണം. നമുക്ക് ആവശ്യമുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏത് ബൗള്, അതുപോലെ സ്പൂണ്, മെഷറിംഗ് കപ്പ്, ഇത് എന്തെടുത്താലും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം. ഇതിനകത്ത് കുറച്ച് പോലും വാട്ടർ കണ്ടന്റ് ഇവിടെ എങ്ങും കാണില്ല, ഒട്ടും ഈർപ്പം ഉണ്ടാകരുത്. നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രവും സ്പൂണും അതുപോലെ നമ്മൾ അരിക്കാൻ എടുക്കുന്ന അരിപ്പ എല്ലാം നല്ല ഡ്രൈ ആയിരിക്കും. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുക്കണം. അപ്പൊ ഞാൻ ഒരു ബൗൾ എടുത്തു, അതിനകത്തേക്ക് ഈ അരിപ്പ ഇങ്ങനെ നമുക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് മൈദ എടുക്കാം. 1 കപ്പ് മൈദ എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, ഞാൻ സ്പൂൺ കൊണ്ടിരുന്ന അതിനാണ്, നമുക്ക് അളവ് ഒട്ടും മാറിപ്പോകാൻ പറ്റില്ല. കുറച്ച് കൂടുതൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് 1 കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അളവാണ്. ഇങ്ങനെ ഒരു നെകക്കെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം 1 കപ്പ് മൈദ അല്ലെങ്കിൽ സെൽഫ് റൈസിംഗ് ഫ്ലോർ എടുക്കാം. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും. അപ്പം ഇത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ നമുക്കൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഇടേണ്ടത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതിട്ട് കൊടുക്കാം. ഇത് നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ വേണേ, 1-2 ഞുള്ള് ഉപ്പ് മതി. ഏകദേശം ഒരു ഇത്ര ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇത് നട്ട്മഗ് ജാതിക്കയുടെ പൊടിയാണ്. 1/2 ടീസ്പൂൺ ഇവിടെ ഇങ്ങനെ ഇത് പൊടിച്ച് കിട്ടും. അപ്പം 1/2 ടീസ്പൂൺ അതിട്ട് കൊടുക്കാം. അപ്പം 1/2 ടീസ്പൂൺ ജാതിക്കയുടെ പൊടി അല്ലെങ്കിൽ നട്ട്മഗ് പൗഡർ. പിന്നെ ഞാൻ ഇവിടെ ഗ്രാമ്പൂ 2 ഗ്രാമ്പൂ പൊടിച്ചു വെച്ചിട്ടുണ്ട്. 2 ഗ്രാമ്പൂ ആട്ടോ. അപ്പൊ അത് ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് ഏലക്ക. ഏലക്കായ ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഏലക്കയുടെ പുറത്തെ അതിന്റെ തൊലി മാറ്റിയിട്ട് ഉള്ളത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത്, സിന്നമൺ പൗഡർ. ഇത് തുറന്നെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഇങ്ങനെ നികക്കെ ഇടണേ. 1/4 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത്. നല്ല മണം വരുന്നുണ്ട് ഈ സ്പൈസസ് ഒക്കെ ഇട്ടതിന്റെ. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്ത് അരിച്ചെടുക്കാം. ചെറുതായിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണേ, എല്ലാം ഒന്ന് മിക്സ് ആക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മിക്സ് ചെയ്യാനിരിക്കുന്ന ബൗൾ, അതുപോലെ മെഷറിംഗ് കപ്പ്, ബീറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല ഡ്രൈ
ഡ്രൈ ആയിട്ടിരിക്കണം, കുറച്ചുപോലും വെള്ളത്തിന്റെ അംശം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പം ഞാനിവിടെ 150 ഗ്രാം ബട്ടർ ഇടുന്നുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ട് ഹീറ്റ് ചെയ്ത് ഇങ്ങനെ അത്യാവശ്യം നല്ല ക്രീമി ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ചത്. ഇത് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ബട്ടറും പഞ്ചസാരയും കൂടെ ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ആദ്യം ഇടാം. മുട്ടയ്ക്ക് പകരം അധികം പുളിപ്പില്ലാത്ത 1/2 കപ്പ് തൈരോ ബട്ടർ മിൽക്കോ ഉപയോഗിക്കാവുന്നതാണ്. വെള്ളം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. ഇത് 1/2 കപ്പാണ് ഈ കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തു. നമുക്ക് കുറച്ച് ഫ്രൂട്ട് കൂടെ ഇവിടെ ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്. അത് ഞാനൊരു 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുകയാണ്. എന്തിനാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രൂട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ മൈദ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി എടുക്കാന്നുണ്ടെങ്കിൽ ഇതങ്ങ് അടിയിലേക്ക് താന്നു പോവുകയല്ല. ഇതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, മൈദയും കുറച്ച് സ്പൈസ് പൗഡേഴ്സ് എല്ലാം കൂടി ഇട്ട് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിനകത്തേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിപ്പോ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അരിച്ചു കൊടുക്കാവേ. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം, പകുതിയായിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യാൻ ഈ ബീറ്ററിന്റെ ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഇട്ടാണെങ്കിലും മിക്സ് ചെയ്യാം. കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്ത് മുട്ടയുടെ വെള്ളയും കൂടി ഇടും. അതാകുമ്പോൾ ഇത് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ട് വരും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് കഴിഞ്ഞ് ഇനി ഇതിനകത്തേക്ക് മുട്ടയുടെ വെള്ളയും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ
നമ്മൾ കുറച്ച് മുമ്പേ 3 മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചായിരുന്നല്ലോ, അതൊന്ന് ബീറ്റ് ചെയ്യാം. മുട്ട ഞാൻ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. കുറച്ച് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയുടെ വെള്ളം ഒരു പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. കേക്ക് നോക്കിക്കേ, ഇങ്ങനെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സാധനം ഇട്ടില്ല, നമ്മൾ എടുത്ത് വെച്ചിരുന്ന നട്ട്സ് ഇല്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കിന്റെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് ഫ്ലാറ്റ് ആക്കി വെക്കാം. ഇത് 6 ഇഞ്ചിന്റെ ഒരു കേക്ക് ട്രേ ആണ്. ഞാൻ ഇതിന്റെ അടിയിലും സൈഡിലും ഒക്കെ നന്നായിട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അടിയിലൊരു ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അടിയിൽ ഇച്ചിരി ഇങ്ങനെ നമുക്ക് കുഴിച്ചു വെക്കാം. നടുക്ക് ഇങ്ങനെ സൈഡിലേക്ക് പരത്തി കൊടുക്കാം. ഇതിനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ബബിളൊക്കെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നേരെ ഇനി ഓവനകത്തേക്ക് വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 തൊട്ട് 50 മിനിറ്റിനകത്ത് കേക്ക് വേകുന്ന സമയം വരെ. ഓരോരുത്തരുടെയും ഇത് ഓവന്റെ സമയം വ്യത്യാസമായിരിക്കും. അപ്പം ഞാനിത് ഓവനകത്തേക്ക് വെക്കാൻ പോവാ. അപ്പൊ ഇത് നോക്കിയേ, നമ്മുടെ പ്ലം കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഓവനകത്തുനിന്ന് എടുത്ത് ഞാൻ വെളിയിൽ വെച്ചു. ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും കേക്ക് വെന്ത് വന്നായിരുന്നു. അപ്പൊ ഇത് കേക്ക് വെന്തോന്ന് നോക്കുന്നത് ഞാൻ കാണിച്ചില്ല, അത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്യൂർ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ക്ലീൻ ആയിട്ട് വരണം. ക്ലീൻ ആയിട്ട് വരുമ്പോഴത്തേക്കിനാണ് കേക്ക് വെന്തെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് കാണിച്ചത് കേട്ടോ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മള് ആ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്ത് വെച്ചതിനകത്തെ ഇങ്ങനെ കുറച്ച് ജ്യൂസ് എടുത്ത് വെച്ചായിരുന്നല്ലോ. അപ്പൊ ഈ കേക്ക് മോയിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്യൂർ വെച്ച് തന്നെ ഞാൻ കുറച്ച് ഹോൾ ഇടുക. എന്നിട്ട് നമുക്ക് ഈ സിറപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. സിറപ്പ് അല്ല, നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്യാൻ വെച്ചതിനകത്ത് ബാക്കി വന്ന ആ ജ്യൂസ് കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് കുഞ്ഞി ഹോൾസ് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും ഈ കേക്ക്. പിന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ സിറപ്പ് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒഴിച്ചു കൊടുത്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന്റെ പ്രത്യേക ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടിരിക്കും. അപ്പം മോയിസ്റ്റ് ആയിട്ടിരിക്കുന്നത് താല്പര്യമുള്ളവർ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് വേണ്ടാന്ന് വെക്കാം കേട്ടോ.
ചെറിയൊരു ഡെക്കറേഷനും കൂടെ ഞാൻ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ പ്ലം കേക്ക് റെഡിയായി. ഇത് വീട്ടിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പൊ ക്രിസ്മസിന് എല്ലാവരും ഇപ്രാവശ്യം പ്ലം കേക്ക് വീട്ടിൽ തന്നെ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പം ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ സാധാരണ ഒരു ഏതെങ്കിലും ഒരു പഴയ ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാൻ എടുത്ത് കുക്ക് ടോപ്പിൽ വെക്കുക. ഇതിലേക്ക് ഒരു സ്റ്റീലിൻ്റെ ട്രേ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ റീഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പം ബേക്കിംഗ് ട്രേ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇത് കേക്ക് വേകുന്നിടം വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ മൂടി വെക്കുക. ഏകദേശം ഒരു 40 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഒരു ടൂത്ത് പിക്ക് എടുത്ത് കേക്കിലേക്ക് കുത്തി നോക്കുക. ഇത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിത് മുറിക്കാൻ പോവാ. അങ്ങനെ നല്ല മോയിസ്റ്റ് ആൻഡ് സോഫ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും പ്ലം കേക്കിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പ്ലം കേക്ക് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പം വേറൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ ബൈ.